ഇട ദിവസങ്ങളിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ച പഠിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായമായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്നലെ ചിന്തിച്ചത്. ഇന്ന് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. അപ്പോൾ ആരാണ് പരിച്ഛേദനക്കാർ, അല്ലെങ്കിൽ ആരാണ് ദൈവമക്കൾ, ആരാണ് ക്രിസ്തു വിശ്വാസികൾ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത്. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ദൈവത്തിൻ്റെ മക്കൾ. പുതിയ നിയമവിശ്വാസികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഉള്ളത്. അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഒരടയാളം അല്ലെങ്കിൽ ഒരു നിഴൽ, പുതിയ നിയമത്തിൽ അത് ഒരു യാഥാർത്ഥ്യം അഥവാ പൊരുൾ. അപ്പോൾ പരിച്ഛേദന പുതിയ നിയമത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല, അല്ലേ സഹോദര? പുതിയ നിയമത്തിലും പരിച്ഛേദനയുണ്ട്, പക്ഷേ അത് ശരീരത്തിലുള്ളതായ ഒരു പരിച്ഛേദനയല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയാണ്. പഴയ നിയമത്തിൽ അതൊരു ശരീരത്തിൻ്റെ ഭാഗം മുറിച്ചു മാറ്റുന്നതായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ അതൊരു ശരീരത്തിൻ്റെ ഭാഗം എടുത്തു കളഞ്ഞ് പുതിയതൊന്ന് സ്ഥാപിക്കുന്നതാണ്. എന്താണ് എടുത്തു കളഞ്ഞ് സ്ഥാപിക്കുന്നത്? ഹൃദയം, അല്ലേ? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകും. അപ്പോൾ ഈ പുതിയ ഹൃദയം നമ്മളിൽ ഉണ്ടെങ്കിൽ നാം പരിച്ഛേദന ഏറ്റവരാണ്, വിശ്വാസികളാണ്, ദൈവമക്കളാണ്. അങ്ങനെ പരിച്ഛേദനയേറ്റ പുതിയ ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കുന്ന ആളുകളുടെ 3 പ്രത്യേകതകളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. എന്തൊക്കെയാണ്? ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക, ക്രിസ്തുയേശുവിൽ മാത്രം പ്രശംസിക്കുക, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക. നമ്മളെല്ലാവരും ആ ഒരു ഗണത്തിൽ പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? ആണോ? അതെ. ഇവിടെ പിന്നെ പൗലോസ് തുടർന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. അപ്പോൾ ജഡത്തിൽ ആശ്രയിക്കുന്നതായിട്ടുള്ള, ക്രിസ്തുയേശുവിലല്ലാതെ ജഡത്തിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള ആളുകളെന്നുണ്ടായിരുന്നു. അങ്ങനെ ജഡത്തിൽ പ്രശംസിക്കുവാനായിട്ട് ഒരാൾ തുനിഞ്ഞാൽ ആരെക്കാളധികം പ്രശംസിക്കുവാനായിട്ട് എനിക്കുണ്ട് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതിൽ പ്രശംസിക്കുന്നു എന്നല്ല, നിങ്ങളൊക്കെ ജഡത്തിൽ പ്രശംസിക്കുന്നുവെങ്കിൽ എൻ്റെ അത്രയും പ്രശംസിക്കുവാൻ നിങ്ങൾക്ക് ആർക്കുമില്ല. അപ്പോൾ ഞാൻ പ്രശംസിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും പ്രശംസിക്കാൻ യാതൊരു ന്യായവുമില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച്, താൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പിന്നീട് ഇവിടെ പറയുന്നത്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. എത്ര കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാനായിട്ടുണ്ടോ? നമുക്ക് ആർക്കും അവകാശപ്പെടാനായിട്ടില്ല. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു യഹൂദനും ഇത് അവകാശപ്പെടാനായിട്ട് ഇല്ല. അപ്പോൾ ഇത്രയേറെ അവകാശപ്പെടുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലന് ആ ജഡത്തിലുള്ള പ്രശംസ എനിക്കില്ല എന്ന് പറയുമ്പോൾ, ജഡത്തിലുള്ളതായിട്ടുള്ള യാതൊരു പ്രശംസയ്ക്കും ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ആർക്കും അവകാശമില്ല. ജഡത്തിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ പ്രശംസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജഡിക ജീവിതത്തിൻ്റെ ഉടമ, ഒരുപക്ഷെ വീണ്ടും ജനനം പ്രാപിക്കാത്തതായിട്ടുള്ള ആളോ അല്ലെങ്കിൽ പ്രാപിച്ചുവെങ്കിൽ തന്നെയും ആ വിശ്വാസത്തിൽ വളരാതെ, വിശ്വാസം വിട്ടകന്ന് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളോ ആകാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണം നമുക്കിന്ന് ആവശ്യമില്ല. 8-ാം നാളിലുള്ള പരിശോധനയെക്കുറിച്ച് നമുക്കറിയാം. ഇസ്രായേൽ പൗരത്തെക്കുറിച്ചും ബെന്യാമീൻ ഗോത്രത്തെക്കുറിച്ചും
എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ, അതായത് മിക്സഡ് ഒന്നുമല്ല. അന്ന് എബ്രായരല്ലാത്ത ആളുകളെയൊക്കെ വിവാഹം കഴിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. എൻ്റെ അപ്പനും അമ്മയും എബ്രായരാണ്, വേറെ ജാതിയിൽ നിന്നൊന്നുമല്ല. അപ്പോൾ ഒരു പരിപൂർണമായ ഒരു ന്യായപ്രമാണം എന്തെല്ലാം ഒരു മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നോ അതെല്ലാം എൻ്റെ ഉണ്ടായിരുന്നു. ന്യായപ്രമാണത്തിലെ അവസാനം പറഞ്ഞു നിർത്തുന്നത് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായപ്രമാണം എടുത്തു വെച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതായിരുന്നു പൗലോസ് അപ്പോസ്തലൻ്റെ ജഡത്തിൽ പറയാനുള്ളത്. ഇതെല്ലാം നമുക്കിത് വല്ലതും പറയാനുണ്ടോ? നമ്മൾ അറിഞ്ഞിരിക്കുന്ന ന്യായപ്രമാണം പോട്ടെ, നമ്മൾ അറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിച്ചു എന്ന് പറയാൻ പോലും നമുക്കാർക്കും യോഗ്യതയില്ല എന്നുള്ളതാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്താ പറയുന്നത്? എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. പൗലോസിന് തന്നിൽ പ്രശംസിക്കുവാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിനേക്കാളേറെ പൗലോസ് ഇതല്ലാതെ പൗലോസിനെ കുറിച്ച് ചരിത്രത്തിലുള്ളതും മറ്റ് വേദഭാഗങ്ങളിലുള്ളതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ചരിത്രത്തിൽ പൗലോസിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര ധനാഢ്യനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്നാണ്. അത് താൻ ഉപേക്ഷിച്ചു എന്ന് മാത്രവുമല്ല, താൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് വിദ്യ അഭ്യസിച്ചതായിട്ടുള്ള ഒരുപക്ഷെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ പല PhD ഉള്ളതായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അതും തനിക്ക് പ്രശംസിക്കുവാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ കണക്കാക്കുന്നില്ല. എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നേണ്ടിയിരിക്കുന്നു. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. എന്തെല്ലാം എനിക്കെൻ്റെ ജഡത്തിൽ, എൻ്റെ ലൗകിക ജീവിതത്തിൽ ഉണ്ടായിരുന്നോ അതെല്ലാം ഛേദമെന്നുണ്ടുക എന്ന് വെച്ചാൽ എന്താ? നഷ്ടപ്പെട്ടു. അതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി, ഛേദം എന്ന് എണ്ണി. ഒന്നും എനിക്ക് ഇല്ല. അത് എന്താണ് അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള കാരണം? നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു കടയിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ പൈസ അവിടെ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത് അല്ലേ? എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? മറ്റൊന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഛേദമെന്ന് എണ്ണി. എന്ത് നിമിത്തമാണ്? ക്രിസ്തു നിമിത്തം. അപ്പോൾ ക്രിസ്തുവിനെ ലഭിച്ചാൽ ഈ ലോകത്തിലുള്ള സകലതും നഷ്ടപ്പെടുത്താവുന്നതാണല്ലേ? മുത്ത് അന്വേഷിച്ചു പോയ വ്യാപാരിയുടെ ഉപമയും അതൊക്കെ നമ്മളിതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ക്രിസ്തുവിനെ നേടാനായിട്ട് ഈ ലോകത്തിൽ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ലോകത്തിൽ അതിനേക്കാൾ വലിയതായ ഒന്നുമില്ലാത്തത് കൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തുന്നത് യോഗ്യമാണ്. എല്ലാം നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിനെ കിട്ടുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. നമുക്ക് പ്രശംസിക്കുവാനായിട്ട് നമ്മുടെ കയ്യിൽ ഈ ലോകത്തിൽ കുറേ കാര്യങ്ങളെ നാം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തുവിനെ നേടുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഇതിനേക്കാൾ അധികമായി കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ട് അല്ലേ? ബന്ധങ്ങൾ. പിന്നെന്തൊക്കെയാണ് പറയുന്നത്? തനിക്കുള്ളതൊക്കെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. പിന്നെ തന്നെയും എന്നെ തന്നെയും എനിക്കുള്ളവരെയും എനിക്കുള്ളതിനെയും ഞാൻ വിട്ടുകളയണമെന്ന് മാത്രമല്ല, പിന്നെ എന്താ നമ്മൾ എടുക്കണ്ടേ? അതിന് പകരം ഒരു കുരിശ് നമ്മൾ എടുക്കുകയും വേണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഇവിടെ ആദ്യം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഞാൻ ക്രിസ്തു നിമിത്തം എല്ലാം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഇപ്പോൾ എന്താ പറയുന്നത്? എണ്ണുന്നു. അപ്പോൾ ഒരിക്കൽ എണ്ണി, ഇപ്പോഴും എണ്ണുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ വിശ്വസിച്ചു, വിശ്വാസത്താൽ ദൈവം നമ്മെ രക്ഷിച്ചു, ദൈവമക്കളാക്കി, ഫുൾ സ്റ്റോപ്പ്. പിന്നെ നമ്മൾ നമ്മുടെ ഒരു ജീവിതം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ളൊരു ജീവിതം ജീവിച്ച് പോകുന്ന ജീവിതമല്ല.
അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കൽ എണ്ണിയായിരുന്നു, അതുകൊണ്ട് എൻ്റെ കാര്യമെല്ലാം വളരെ സുരക്ഷിതമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിനെ. പക്ഷേ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്തീയ ലോകത്തുള്ള ഏറ്റവും വലിയ വഞ്ചന എന്താണെന്നറിയാമോ? ഞാൻ എണ്ണി, ഇനി ആ എണ്ണലൊക്കെ തീർന്നു, ഇനി ഞാൻ എൻ്റെ ജഡത്തിൽ പ്രശംസിക്കും, അല്ലേ? നമുക്കുള്ള കാര്യങ്ങളിലൊക്കെ പ്രശംസിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമെന്നാണ്. എണ്ണിയിരിക്കുന്നു, ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. പ്രിയമുള്ളവർ, അങ്ങനെ എല്ലാം ഛേദമെന്ന് നമ്മൾ ഒരിക്കൽ എണ്ണിയിട്ടുണ്ടോ എന്നുള്ളതൊരു ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ തനിക്കുണ്ടായിരുന്ന എല്ലാ അവകാശവാദങ്ങളും ത്യജിച്ച് എല്ലാം ഛേദമെന്ന് എണ്ണിയിരുന്നു. നമ്മളങ്ങനെ എന്നെങ്കിലും എണ്ണിയിട്ടുണ്ടോ? അങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ നാം ഇപ്പോഴും അങ്ങനെ തന്നെ എണ്ണുന്നുണ്ടോ? ഇപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൻ്റെ, പ്രായോഗിക ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണോ? കർത്താവിൻ്റെ അടുക്കൽ ഒരാൾ വന്നേച്ച് പറഞ്ഞു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലാണ്, എനിക്ക് നിന്നെ പിൻഗമിക്കണം. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? ശരി, കൽപ്പനകൾ അനുസരിക്കണം, ഒരു കുറവുണ്ട്, എന്താ? നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ അവൻ ദുഃഖിച്ച് കടന്നുപോയി. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പം. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യമാണ്. ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നതിനേക്കാൾ എളുപ്പമാണ്, അതാണ് എളുപ്പം ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ, അല്ലേ? ഏതെങ്കിലും ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടന്നിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളാരെങ്കിലും അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? സാധ്യമാണല്ലേ? ഒരൊട്ടകത്തിന് സൂചിക്കുഴിയിലൂടെ കടന്നു പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ലെന്ന അർത്ഥം. ധനവാൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ധനവാൻ എന്ന് പറയുമ്പം അംബാനിനെയും, അല്ലേ? ഇന്ത്യയിൽ ധനവാൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ അംബാനിയുടെ പേര് പറയും. പിന്നെ കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ധനവാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ യൂസഫ് അലിയെ പറയും. പിന്നെ നമ്മുടെ ഈ കൂടരഞ്ഞി ഭാഗത്ത് ധനവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോസഫ് ഫാസ്റ്റ്. സഭയിൽ ധനവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? പലരും പല പേര് പറയും, അല്ലേ? പക്ഷെ ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല. അപ്പം നമുക്ക് സ്വർഗരാജ്യത്തിൽ കിടക്കണമെങ്കിൽ എന്താവണം? ദരിദ്രനാവണം. ശരി, ഞാൻ പറയുന്നത് ശരിയാണോ ബാബുബ്രദറെ? ശരിയാണ്. നമ്മൾക്ക് ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ നമ്മൾ ദരിദ്രരായേ പറ്റുള്ളൂ. കാരണം ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല. കാരണം എന്താ? ഒട്ടകം ഒരിക്കലും സൂചിക്കുഴിയിലൂടെ കടന്നിട്ടില്ല. ഇപ്പം ഈ വാക്യം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല, അല്ലേ? ഇത് സംഗതി കൂടുതൽ ഗൗരവത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ്? നമ്മൾ ദരിദ്രരായാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ കിടക്കാനായിട്ട് കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ദരിദ്രരാവണേ? എങ്ങനെയാണ് നമുക്ക് ദരിദ്രരാവാൻ കഴിയുന്നത്? അപ്പം നമ്മൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞു, മനുഷ്യരാൽ അസാധ്യം, പക്ഷേ ദൈവത്താൽ സകലവും സാധ്യം. അപ്പം ദൈവം ഒരൊട്ടകത്തെ സൂചിക്കുഴിയിലൂടെ കയറ്റുമെന്നാണോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക? അങ്ങനെയാണ് നമ്മൾ വരുന്നത്, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് ഒരൊട്ടകത്തെ സൂചിക്കുഴിയിലൂടെ കിടത്താൻ പറ്റത്തില്ല. പക്ഷേ ദൈവം ഈ ഒട്ടകത്തെ സൂചിക്കുഴിയിലൂടെ കിടത്തും. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം ഒട്ടകത്തെ സൂചിക്കുഴിയിലൂടെ കിടത്താൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ദൈവം ധനവാനെ ഒരിക്കലും ദൈവരാജ്യത്തിൽ കിടത്താനായിട്ട് പോകുന്നില്ല. പിന്നെ ധനവാൻ ആരാണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ പലരുടെ പേര് പറഞ്ഞു. അതിനകത്ത് ഇവിടെയുള്ള ആളുകളുടെ പേരും പറഞ്ഞു. എന്നാൽ ധനവാൻ ആരാണ്? നമ്മളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ₹1 മിച്ചമുണ്ടെങ്കിൽ നമ്മൾ ധനവാനാണ്. അതാണ് അതിൻ്റെ സത്യം. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ആളുകളാണ്. അപ്പോൾ നമുക്കുള്ളതെല്ലാം വിട്ടുകൊടുത്താൽ നമ്മൾ ആരായി? ദരിദ്രരായി, അല്ലേ? എനിക്കുള്ളതൊന്നും എൻ്റെ അല്ല എന്ന് തീരുമാനിച്ച് അതെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചാൽ, കർത്താവ് അത് ഏറ്റെടുത്താൽ നമ്മൾ ദരിദ്രരായി.
അതാ പറഞ്ഞേ, എന്നെക്കൊണ്ട് ദൈവത്തെക്കൊണ്ട് അത് സാധ്യമാവുമെന്ന് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ സ്വത്തെല്ലാം എന്നെ അങ്ങ് ഏൽപ്പിച്ചു അല്ലേ. നമ്മെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സമ്പത്തെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം, എന്നാലേ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണ്? പരമ ദാരിദ്ര്യമുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പോൾ ഇവിടെ എനിക്ക് ലാഭമായിരുന്നതെല്ലാം എണ്ണി, പിന്നെ ഇപ്പം എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തനിക്കുണ്ടായിരുന്നതായിട്ടുള്ള എല്ലാ അവകാശവാദങ്ങളും അത് ഇപ്പോഴും ഛേദമെന്ന് ദുർമാനമായി എണ്ണിക്കൊണ്ടിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. അതാണ് ഇന്ന് സങ്കീർത്തനം വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ്? അവനെ രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാണ് കർത്താവിനെ രുചിച്ചറിയുക എന്ന് പറയുന്നത്. ആ ദൈവത്തെ നമ്മൾ എത്രത്തോളം രുചിച്ചറിയുന്നുവോ. അൽഫോൻസ മാങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്? അൽഫോൻസ എന്ന് ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ്, അതിന് ഭയങ്കര വിലയാണ്. എന്താ അതിൽ ആളുകൾ വാങ്ങിക്കുന്നത്? അതിൻ്റെ രുചിയാണ് അല്ലേ. അപ്പോൾ അതിന് ഭയങ്കര വില കൊടുക്കാനുള്ള കാരണം എന്താ? ആ മാങ്ങയ്ക്ക് അങ്ങനെ ഒരു രുചിയുണ്ട് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത, ആ അറിവിൻ്റെ ശ്രേഷ്ഠത നമുക്ക് വരുമ്പോൾ നമ്മളെല്ലാം ഛേദമെന്ന് എണ്ണും. എന്നാൽ ഈ ദൈവത്തെ രുചിച്ചറിയാത്ത ആർക്കും ഈ ലോകത്തിലുള്ള നമ്മുടെ കാര്യങ്ങളെ ഛേദമെന്നെണ്ണാനായിട്ട് കഴിയില്ല. പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് തനിക്കുണ്ടായിരുന്നതായിട്ടുള്ള ഒരു പരീശ പ്രമാണി അല്ലേ, അന്നത്തെ, ഞാൻ വിചാരിക്കുന്നു അന്നത്തെ യഹൂദന്മാരുടെ ഇടയിൽ ആത്മീയ പുരോഹിതൻ എന്നുള്ള തലത്തിൽ നിന്ന് മാറി യഹൂദന്മാരുടെ ഇടയിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിച്ചിരുന്നതായിട്ടുള്ള ആളായിരുന്നു പൗലോസ്. പൗലോസിൻ്റെ സമ്മതത്തോടു കൂടിയായിരുന്നു അന്ന് ക്രിസ്ത്യാനികളെ കൊന്നത് അല്ലേ. അപ്പോൾ പൗലോസ് അന്ന് വളരെ സർവസമ്മതനും അധികാരമുള്ളവനും എല്ലാവരെയും നിയന്ത്രിക്കുന്നവനും ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ജീവിത വിശുദ്ധി അല്ലെങ്കിൽ നീതി ഉള്ള ആളുമായിരുന്നു. പക്ഷെ എല്ലാം ഛേദമെന്നെണ്ണി. തൻ്റെ നീതി പോലും ഛേദമെന്നെണ്ണി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തനിക്കുണ്ടായിരുന്നതായ തൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്നതായ, ഞാൻ അങ്ങനെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്ന ആളൊന്നുമല്ല, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതായിട്ടുള്ള സഹായമൊക്കെ ചെയ്യുന്ന ആളാണ് അല്ലേ. അങ്ങനെ ഉള്ള തൻ്റെ നീതിബോധം പോലും കർത്താവിൽ, പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള നീതിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, അയ്യോ എൻ്റെ നീതി ഒന്നുമല്ല, എൻ്റെ അവകാശവാദങ്ങളൊന്നുമില്ല എന്ന് പൗലോസ് അപ്പോസ്തലന് പറയുവാനായിട്ട് സാധിച്ചു. അപ്പോൾ കർത്താവിനെ, യഹോവയെ രുചിച്ചറിയുന്ന ആളുകൾക്ക് എല്ലാം വിട്ടുകളയുവാനായിട്ട് സാധിക്കും. തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതൊക്കെ ഛേദം എന്ന് ദൈനംദിന ജീവിതത്തിൽ എണ്ണുന്ന ആളുകളാണോ? നാം അങ്ങനെ എണ്ണുന്നുവെങ്കിൽ നാം കർത്താവിനെ രുചിച്ച് അറിഞ്ഞ ആളുകളാണ്, രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ദൈവത്തെ രുചിച്ചറിയുക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് ജീവിതത്തിലുടനീളം ഉള്ള ഒരു കാര്യമാണ്. ഓരോ നിമിഷവും കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തൻ്റെ ആത്മാവിനാൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം എല്ലാ നിമിഷവും ആ ദൈവത്തെ നാം രുചിച്ചറിയുന്നവരായിട്ടാണ് ജീവിക്കുന്നത്. ശരി, അപ്പം നമ്മളെല്ലാം ഛേദമെന്നെണ്ണിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ 9-ാമത്തെ വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. അപ്പോൾ കർത്താവിൽ ഇരിക്കണമെങ്കിൽ, കർത്താവിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാന്യതയും
ഗുണവും കൊണ്ടൊന്നും കഴിയുകയില്ല, അല്ലേ? നമ്മൾ പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല. നമ്മളെ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ടൊന്ന് താരതമ്യം ചെയ്ത് ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ, അല്ലേ, ഞാൻ ശ്രേഷ്ഠനാണ്, എന്നിലെന്താ കുഴപ്പം, ബാക്കിയുള്ളവരിലൊക്കെ കുഴപ്പം എന്നുള്ള പൊതുവിലുള്ള ചിന്തയുടെ, ഇപ്പം ആരിലും കുഴപ്പമില്ലായികയൊന്നുമില്ല, എല്ലാവരിലും കുഴപ്പമുണ്ട്, വിവിധ തലങ്ങളിലാണ് എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് അങ്ങനെ നമ്മളുടെ നീതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വിലയിരുത്തുകയും നമ്മെ തന്നെ വിലയിരുത്തുകയും ദൈവസന്നിധിയിൽ എൻ്റെ സ്വീകാര്യത എന്ന് പറയുന്നത് എൻ്റെ നീതിയാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത ഇന്ന് വിശ്വാസികളിൽ ഉടനീളമുണ്ട്. എന്നാൽ അത് വളരെ ഗൗരവമായ ഒരാത്മീക പ്രശ്നത്തിലേക്ക് നമ്മെ നയിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്ന, അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ വായിച്ച നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും. അപ്പോൾ ക്രിസ്തുവേശുവിൽ പ്രശംസിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കുള്ളതായിട്ടുള്ള എല്ലാ പ്രശംസയും നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ അത് കഴിയുള്ളൂ. ഇതൊക്കെ മുകളിൽ എഴുതിയിരിക്കുന്ന വേദഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവൻ എന്ന് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ പഠിച്ചു. അപ്പോൾ നമ്മളുടെ നീതിയിലാണ് നമ്മളുടെ പ്രശംസ എങ്കിൽ നമുക്കൊരിക്കലും മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക്, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിന്. അപ്പോൾ അവനിലിരിക്കണമെങ്കിൽ നമ്മുടെ നീതി കൊണ്ട് സാധ്യമല്ല, നമ്മുടെ ഒരു ഗുണവും അതിന് സാധ്യമല്ല. മറിച്ച് വിശ്വസിക്കുന്നവർക്ക് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നൽകുന്നതായിട്ടുള്ള നീതി മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ളൂ. അങ്ങനെയുള്ളവരിൽ മാത്രമേ ദൈവം ഇരിക്കുകയുള്ളൂ. പിന്നെ 10-ാം വാക്യം, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. എന്താ പൗലോസ് അപ്പോസ്തലൻ്റെ അടുത്ത ആഗ്രഹം? ആദ്യത്തെ ആഗ്രഹം എന്തായിരുന്നു? അവനിൽ ഇരിക്കണം. ക്രിസ്തുയേശുവിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകളുടെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് കർത്താവിലിരിക്കണം. കർത്താവിലിരിക്കണമെങ്കിൽ അതിനെന്നെ യോഗ്യനാക്കുന്നത് എന്താണ്? ക്രിസ്തുയേശുവിലുള്ള നീതി. ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ക്രിസ്തുയേശുവിലുള്ള നീതി. ക്രിസ്തുയേശുവിലുള്ള നീതി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം പണ്ട് 42 വർഷം മുമ്പ് വിശ്വസിച്ചാൽ മതിയോ? പോരാ. ആ വിശ്വാസം നമ്മളിൽ ഈ സമയത്തും ഉണ്ടായിരിക്കണം. അന്ന് വിശ്വസിച്ച വിശ്വാസത്തോട് അനേക കാര്യങ്ങൾ കൂട്ടി ഇന്ന് ഒരു വിശ്വാസത്തിൻ്റെ സമ്പന്നത നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ ആ വിശ്വാസത്താലാണ് വിശ്വാസത്താൽ ക്രിസ്തുവിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തുടർമാനമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രവൃത്തിയാണ്, അനുഭവമാണ്. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? ആ വിശ്വാസം എന്ന് പറയുന്നത് അതിനാവശ്യമാണ്. അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ വിശ്വസിച്ചിട്ട് ഏകദേശം എത്രയോ വർഷങ്ങളായി, ദശാബ്ദങ്ങളായി. പക്ഷേ ഇപ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ആ വിശ്വാസത്താലുള്ള നീതിയിൽ ഇരുന്നിട്ട് നൽകുന്ന നീതിയിൽ തന്നെ ലഭിച്ചിട്ട് അവനിൽ ഇരിക്കണം. പിന്നെ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. അപ്പോൾ ഇവിടെ അടുത്ത ആഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തുവിലുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം. യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ മനുഷ്യൻ ഒന്നും ചെയ്യാൻ പ്രാപ്തരല്ല, അല്ലേ? ഒരു മരിച്ച മനുഷ്യനെ കൊണ്ട് നമുക്ക് എന്താ ഗുണം? വല്ല ഗുണമുണ്ടോ? അവർ ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലും അവർ മേടിക്കില്ല, കഴിക്കില്ല, വളരില്ല, അല്ലേ? അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണമെന്ന് പറഞ്ഞാലോ എന്താണ്? ഉത്തരവൊന്നുമില്ലേ? ഒരു മരിച്ചയാൾ
അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ആത്മാവ് പറയുന്നതിനനുസരിച്ച് ആത്മനിയന്ത്രണത്തിൽ മാത്രം നമ്മളങ്ങനെ പോവുകയാണ്. നമ്മളുടേതായിട്ടുള്ള യാതൊരു ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇല്ല. അങ്ങനെയാണോ നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത്? നമുക്ക് എന്തോരം പരിപാടികളുണ്ടല്ലേ. ഇന്ന് ഈ സഭായോഗം കഴിഞ്ഞേച്ച് ചെന്നിട്ട് ഒത്തിരി പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടില്ലേ? അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത വർഷത്തേക്ക് അല്ലേ? ഇതൊക്കെ നമ്മൾ ഒത്തിരി പ്ലാനിങ്ങിലാണ് ജീവിക്കുന്നത്. കർത്താവിൽ ഉള്ളതല്ലാത്തതായിട്ടുള്ള പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ ആ പ്ലാനിങ് ഒക്കെ നാം കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇരിക്കുന്നു. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾ എല്ലാം ത്യജിച്ചൊരു മരിച്ചവനെ പോലെ നമ്മുടെ സമ്പൂർണ്ണ നിയന്ത്രണം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് കൈവരുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. എന്തൊക്കെയാ? അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താ? കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താ? ഇതൊക്കെ അറിയത്തില്ലെങ്കിൽ നമുക്കെങ്ങനെ പൗലോസ് അപ്പോസ്തലൻ്റെ ആഗ്രഹം നമുക്കുണ്ടാകാൻ പറ്റുമോ? അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണമെന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ പുനരുത്ഥാനം എങ്ങനെയായിരുന്നു? ആരുടെ ശക്തിയാലായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലായിരുന്നു. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം എങ്കിൽ എന്ത് വേണം? കഷ്ടാനുഭവങ്ങളോട് നമ്മൾ അനുരൂപപ്പെടണം അല്ലേ? അതായത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ എപ്പോഴാണ് ആവശ്യം വരുന്നത്? നമുക്ക് എപ്പോഴും ഒരു ശക്തി, വെറുതെ കിടന്നുറങ്ങുന്നവർക്ക് എന്താ ശക്തി ആവശ്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? നമ്മൾ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് നാം അനുരൂപപ്പെടുമ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് ശക്തി വേണം. അപ്പോൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയണമെങ്കിൽ, നാം ഇല്ലാതെയായി എല്ലാം ചപ്പചവറ് എന്ന് എണ്ണി എല്ലാം ത്യജിച്ച് കർത്താവിൻ്റെ ആ ക്രൂശങ്ങ് എടുക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ശക്തി അറിയുവാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആരുടെ ശക്തിയിലാണ്? നമ്മുടെ തന്നെ സ്വയശക്തിയിലാണ്. നമ്മുടെ സ്വയശക്തിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശംസിക്കാനായിട്ടുണ്ട് ഇല്ലേ? ഞാൻ ഏറെ അധ്വാനിച്ച് പഠിച്ച്, ഞാൻ മാർക്ക് വാങ്ങിച്ച്, ഞാൻ ജോലി സമ്പാദിച്ച്, ഞാൻ പ്രൊമോഷൻ സമ്പാദിച്ച്, ഞാൻ ഒത്തിരി പൈസ സമ്പാദിച്ചു ഇല്ലേ? പ്രശംസിക്കാൻ വകുപ്പില്ലേ? രാവ് പകലായിട്ട് കിടന്ന് രാവ് പകലാക്കി ഇരുന്ന് പഠിച്ചു അല്ലേ? കാല് വെള്ളത്തിൽ മുക്കിയിരുത്തി അങ്ങനെ തന്നെ എൻ്റെ ഉറക്കത്തെ കളഞ്ഞ് ഞാനിരുന്ന് പഠിച്ചു, അങ്ങനെ പഠിച്ച് ഞാൻ മേടിച്ചു എന്ന് പറയുമ്പോൾ പ്രശംസിക്കാൻ ആർക്കാ ഉള്ളേ? നമുക്ക് തന്നെ പ്രശംസിക്കാനുള്ളത്. എന്നാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം മുമ്പാകെ ഞാൻ ജീവിച്ചു, ദൈവം എനിക്ക് നൽകി എന്ന് പറയുമ്പം പ്രശംസ എവിടെ പോയി? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പ്രശംസ പോയി. അപ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിനോട്, മരണത്തോട് അനുരൂപപ്പെട്ടാൽ മാത്രമേ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ. പിന്നെ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഈ കഷ്ടത്തിൽ നിന്ന് ഒന്ന് വിടുവിക്കണമേ അല്ലേ? കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിട്ടുള്ള നാമും, അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള സമയത്തും നമ്മളെന്താ പറയുക? എങ്ങനെയെങ്കിലും ഈ കഷ്ടങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. എന്തൊക്കെ ചെയ്യും? നമ്മളതിന് ഉപവസിച്ച് പ്രാർത്ഥിക്കും, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ എന്തൊക്കെ ചെയ്യും? ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും. പ്രാർത്ഥനാവശ്യങ്ങൾ അങ്ങനെ ഗ്രൂപ്പുകൾ തോറും നമ്മളങ്ങ് വിടും. എന്നിട്ട് എല്ലാവരോടും പറയും, എന്താ, ഞങ്ങൾ ഭയങ്കര കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞങ്ങളുടെ എല്ലാ കഷ്ടത്തിൽ നിന്നൊന്ന് വിടുവിക്കപ്പെട്ട് ഞങ്ങൾ വളരെ സ്വസ്ഥതയായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? പ്രാർത്ഥന പോരാട്ടം, ചെയിൻ പ്രെയർ അല്ലേ? പ്രാർത്ഥനാ ലൈൻ അമേരിക്കയിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ളതാണ് പ്രാർത്ഥനാ ലൈൻ. ഞാനത് കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നത് മുഴുവൻ മനുഷ്യരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ പറയുന്നത്?
അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം. ഇത് അനുഭവിച്ചറിയാത്ത ആൾ വല്ലതും ആണോ? ഈ ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ എഴുതുന്നതെന്ന് വിചാരിച്ചോളാം. താൻ അപ്പോഴും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ധാരാളം അടി മേടിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താ? എനിക്ക് അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ എനിക്ക് ഇനിയും അനുഭവിച്ച് അറിയണം. എനിക്ക് ഇത്രയും കാലം അനുഭവിച്ചറിഞ്ഞൊന്നും പോരാ, എനിക്ക് ഇനിയും അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ കർത്താവിനെ എനിക്ക് ഇനിയും രുചിച്ചറിയണം. ഓരോ ദിവസവും, ഇന്നലെയും മിനിങ്ങാന്നും കഴിഞ്ഞ 10 വർഷം 20 വർഷമൊക്കെ ഞാൻ എൻ്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞു പോരാ, എനിക്ക് എൻ്റെ കർത്താവിനെ അവൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് എനിക്ക് രുചിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മളുടെ ക്രിസ്തീയ കാഴ്ചപ്പാടും വചനത്തിലെ ക്രിസ്തീയ കാഴ്ചപ്പാടും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? നമ്മളൊക്കെ വിവിധങ്ങളായിട്ടുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ആളുകളാണ്. എത്ര വട്ടം കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഞങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിച്ചില്ലേ? ഇല്ലേ? രോഗങ്ങൾ വന്നവരുണ്ട്, മറ്റെന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മളെന്താ പ്രാർത്ഥിച്ചേ? ഇതിനൊക്കെ ഒരു അവസാനം കർത്താവെ ഞങ്ങൾക്ക് നൽകണം, ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ നൽകണം. അങ്ങനെ വിടുതലിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് സഭകളിലൊക്കെ ആണെങ്കിൽ പ്രമുഖന്മാരെ വരുത്തി പ്രാർത്ഥിക്കുന്നു, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കഷ്ടങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കണം. പക്ഷേ വചനം പറയുന്നത് അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ എനിക്കൊന്ന് അനുഭവിച്ചറിയണം, അല്ലെങ്കിൽ രുചിച്ചറിയണം. അവൻ്റെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ, അനുഭവിച്ചറിയുക എന്ന് പറഞ്ഞാൽ അത് രുചിച്ചറിയുക എന്നുള്ളതാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? അതിൻ്റെ താഴെ എന്താ പറഞ്ഞേക്കണേ? ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. ഇങ്ങനെ വല്ല വിധേനയും നമുക്കൊക്കെ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളതായ പ്രസംഗങ്ങൾ നമ്മളൊക്കെ കേട്ട് വന്നവരാണല്ലേ. അവർ സ്വർഗം വാഗ്ദാനം ചെയ്തത് എങ്ങനെയാ? ഒന്ന് ഏറ്റുപറഞ്ഞ് യേശു എൻ്റെ രക്ഷിതാവും കർത്താവുമാണെന്ന് ഏറ്റുപറയുക, വിശ്വസിക്കുക. അതോടുകൂടി നിങ്ങൾക്ക് സ്വർഗം ഗ്യാരണ്ടിയാണ്. അങ്ങനെയല്ലേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്? പക്ഷെ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാ പറയണേ? അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് അനുഭവിച്ചറിഞ്ഞിങ്ങനെ വല്ല വിധേനയും സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഭയങ്കര എളുപ്പമാണ് അല്ലേ? ആണോ? അതാ കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരാൾ കർത്താവിൻ്റെ പഠിപ്പീരൊക്കെ കേട്ടപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവിൻ, പലരും ശ്രമിക്കും, നടക്കുകയില്ല. ഈ സുവിശേഷം ഇന്ന് ലോകത്ത് പ്രസംഗിക്കുന്നില്ല കേട്ടോ. വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ സുവിശേഷം ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നുള്ളൂ. ലോകത്തിൽ പ്രസംഗിക്കുന്നത് മുഴുവൻ 98% വ്യാജമാണ്. പിശാച്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ലോകത്തിൽ ഇന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്, ക്രിസ്തു മതത്തിൽപ്പെട്ടവരാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് പകുതിയിലേറെയുമാണ്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ജനസംഖ്യയുടെ 1/4 ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. പക്ഷേ കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ പ്രയാസം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള വിശ്വാസമല്ല ഇന്ന് ലോകത്ത് നിറമാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വിശ്വാസത്തിൽ നിന്നുളവാകുന്നതായിട്ടുള്ള പ്രാർത്ഥനകളല്ല ഇന്ന് ലോകത്തിലുള്ളത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും, നമ്മളൊക്കെ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ ഭൂരിപക്ഷം വിഷയങ്ങളും എന്താണ്? നമ്മുടെ സഭയിലെ ബാബു സഹോദരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശവക്കല്ലറയ്ക്ക് ഇപ്പുറമുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ പ്രാർത്ഥന. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? എല്ലാം ശവക്കല്ലറയ്ക്ക് അപ്പുറമുള്ള കാര്യത്തെക്കുറിച്ച്, വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു.
അപ്പോൾ നമ്മളിപ്പം ചില പ്രതിസന്ധികളെ നമ്മുടെ മുമ്പിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ദൈവം അത് ഏത് നിലയിലാണ് നിയന്ത്രിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്കെന്താ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ, അങ്ങയുടെ കഷ്ടാനുഭവങ്ങളുടെ എങ്ങനെയാണ് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് ഞങ്ങളെ സഹായിക്കണം, അല്ലേ? അങ്ങയുടെ കഷ്ടാനുഭവങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പങ്ക് അല്ലേ? അതല്ലേ കൂട്ടായ്മ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്കുള്ളത് എന്തെങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആ കഷ്ടാനുഭവങ്ങളുടെ ഒരു പങ്ക്. കർത്താവ് എവിടെ സഹിച്ചേ? കർത്താവിൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ കർത്താവിൻ്റെ സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാൽവരിയിലെ ക്രൂശ് അല്ലെങ്കിൽ ഗെത്സമനെയാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. എന്നാൽ കർത്താവിൻ്റെ കഷ്ടമെന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു. എന്താണ് കർത്താവ് അവിടെ പോയി രാത്രിയിൽ പിതാവിനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ കർത്താവ് പിതാവിനോട് സംസാരിച്ചതും പ്രാർത്ഥിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു? ഒന്ന് ഊഹിക്കാമോ? ഒന്ന് ഊഹിച്ചേ. ഇല്ല, കിട്ടുന്നില്ല. കർത്താവ് ഗെത്സമനയിൽ ശിഷ്യന്മാർ കേൾക്കെ പ്രാർത്ഥിച്ചു. അത് ശിഷ്യന്മാർ രേഖപ്പെടുത്തി. അതെന്തായിരുന്നു? എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണമേ. ശിഷ്യന്മാർ കേട്ടപ്പോൾ അവരത് രേഖപ്പെടുത്തി. എന്നാൽ അതിനു മുമ്പൊന്നും പിതാവിൻ്റെ സന്നിധിയിൽ സ്വകാര്യമായി കർത്താവ് സമയം ചെലവഴിച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും ആരും കേട്ടിട്ടില്ല. അതെന്തായിരിക്കും? സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷ കർത്താവിൻ്റെ മേൽ വരുമ്പോൾ പിതാവിനോട് കർത്താവ് എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. കാരണം കർത്താവിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നേരത്തെ അറിയാമല്ലോ. എന്തിനാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നതെന്നുള്ളത് കർത്താവിന് അറിയാമല്ലേ? നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്നറിയത്തില്ലാത്തതുകൊണ്ട് നാളെ വരുന്ന ദുഃഖത്തെക്കുറിച്ച് ഓർത്തിന്ന് ദുഃഖിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവിന് അത് സാധിക്കുമായിരുന്നു. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും ശിക്ഷ, അതിന്മേലുള്ള ദൈവക്രോധം താൻ അനുഭവിക്കുന്നത് ഓർക്കുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ കാലഘട്ടമല്ല, കർത്താവ് എന്തിനാണ് വന്നിരിക്കുന്നതെന്നുള്ളത് അറിയുന്ന ആ സമയം മുതൽ കർത്താവ് ഇതേ നിലയിൽ തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ ആ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു പങ്ക് എനിക്ക് വേണം, അല്ലേ? ദൈവം നൽകുന്ന ഇച്ചിരി പങ്ക് കർത്താവെ ഒന്ന് മാറ്റിക്കളയണമെന്ന് നമ്മൾ പറയുമ്പോൾ അപ്പോസ്തലൻ എന്താ പറയുന്നത്? അതിൻ്റെ ഒരു പങ്ക് എനിക്ക് താ, ഞാൻ ആ കൂട്ടായ്മ ഒന്ന് അനുഭവിച്ച് അറിയട്ടെ, എനിക്കതൊന്ന് അനുഭവിക്കണം. അങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് എല്ലാം ചപ്പ് ചവറ് എന്ന് എണ്ണുന്നു. അപ്പോൾ എല്ലാം ചപ്പ് ചവറ് എന്ന് എണ്ണിയാൽ മാത്രമേ നമുക്ക് ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ളതെല്ലാം നമുക്ക് വിലയേറിയതും ശ്രേഷ്ഠവും ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മുടെ ആഗ്രഹവുമായിരിക്കുമ്പോൾ നമ്മൾ ചപ്പ് ചവറ് എന്ന് എണ്ണുകയല്ല, മറിച്ച് അതൊക്കെ അല്ലേ വലുത് എന്ന് എണ്ണുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ആരോഗ്യം അല്ലേ? പിന്നെ എന്തൊക്കെയാ ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ? വിദ്യാഭ്യാസം, സമ്പത്ത്, സൗന്ദര്യം, ബന്ധുബലം അല്ലേ, സ്വാധീനം, സ്ഥാനങ്ങൾ, ഇതൊക്കെ ആണ് നമ്മളുടെ പ്രശംസയെങ്കിൽ അതും ഈ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയും കൂടെ ചേർന്ന് പോവോ? അത് രണ്ടും കൂടെ ഒരിക്കലും ചേർന്ന് പോവില്ല, അല്ലേ? അതുകൊണ്ടാണ് അതിനെ ചവറന്ന് എണ്ണിയാൽ മാത്രമേ ഈ കർത്താവിൻ്റെ
കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുള്ളൂ. ഇങ്ങനെ വല്ല വിധേനയും ഈ സുവിശേഷം ഭയങ്കര കടുപ്പമാണ് അല്ലേ? നമ്മളൊക്കെ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള സഭകളിലൊക്കെ കേട്ടിട്ടുള്ള സുവിശേഷം എത്രയോ ലളിതമായിരുന്നു. അയ്യോ, എത്രയോ ലളിതമായിരുന്നു. അങ്ങനെ വല്ല വിധേനയും അല്ല, ഞാനിത് എഴുതിയിരിക്കുന്നതൊക്കെ അവിടെ നിങ്ങളുടെ ബൈബിളിലുള്ളത് തന്നെയല്ലേ ഞാൻ വായിക്കുന്നത്, അല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ. ഞാൻ വ്യാഖ്യാനിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയും തോന്നുന്നില്ല. വല്ല വിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. നമ്മൾ ഈ ചവറൊക്കെ തരണമെന്നാ അല്ലേ നമ്മൾ പ്രാർത്ഥന? എന്താ? കുറേ ചവറ് ഞങ്ങൾക്ക് തരണം, അല്ലേ? പൊതുവിൽ അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥന. നമ്മൾ കുറേ ചവറ്, പൗലോസ് അപ്പോസ്തലൻ ചവറ്, ഈ ഞാനിത് പറയുന്നത് ആലങ്കാരികമായിട്ടാണ് കേട്ടോ. ചപ്പുചവറുകൾ മാറ്റി അല്ലെങ്കിൽ വേസ്റ്റൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളയും, അല്ലേ? നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഈ ചപ്പുചവറുകളെല്ലാം കൊണ്ട് കളയും. ആ കളഞ്ഞിടത്തു നിന്ന് പോയി, അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹോട്ടലിലെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുപോയി ഒരിടത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ പോയി ഭക്ഷിക്കുന്നതാരാ? പന്നിയും പട്ടിയും കാക്കയും കഴുകനും ഒക്കെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ചപ്പിൻ്റെയും ചവറിൻ്റെയും വേസ്റ്റിൻ്റെയും പുറകെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ സ്വഭാവം ആരുടേതിന് തുല്യമാണ്, അല്ലേ? ശരിയല്ലേ? ചിലരുടെ മുഖത്ത് ചില എക്സ്പ്രഷൻസൊക്കെ വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയാണത്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. എന്നിട്ട് ഈ ചപ്പും ചോറും എല്ലാം കൂടെ നമ്മൾ കൂട്ടി വെച്ചിട്ട് അവസാനം എന്താവും? എനിക്കറിയാവുന്ന ഒരാൾ പറയും, അവരുടെ ചില ബന്ധുക്കളെക്കുറിച്ചാണ്, എല്ലാം അന്ത്യക്രിസ്തുവിന് കൊടുക്കാനായിട്ട് കൂട്ടി വയ്ക്കുകയെന്ന്. അപ്പം ഞാൻ പറയും, അത് കർത്താവിൻ്റെ വരവെങ്കിലും എടുത്താലല്ലേ അത് അന്ത്യക്രിസ്തുവിന് പോവുള്ളൂ. എടുക്കപ്പെട്ടില്ലെങ്കിൽ അന്ത്യക്രിസ്തുവിന് പോവില്ലായിരിക്കും. അറിയില്ല, ഇനി ബലപ്രയോഗത്തിലൂടെ വല്ലതും കൊണ്ടുപോകും, നമുക്ക് അറിയില്ല. അപ്പം നമുക്കിനി എന്താ വേണ്ടത്? ചപ്പും ചവറും വേണ്ട, അല്ലേ? പന്നിയും നായും ആവണ്ട. കർത്താവ് വേണ്ട എന്ന് വെച്ചതും അപ്പസ്തോലന്മാർ വേണ്ട എന്ന് വെച്ചതും നമ്മുടെ ആദ്യ പിതാക്കന്മാർ വേണ്ട എന്ന് വെച്ചതുമായിട്ടുള്ള ചപ്പും ചവറും എല്ലാം അതിൻ്റെ പിന്നാലെ നമുക്ക് പോകാതെ നമുക്കിനി ചോദിക്കാം, കർത്താവേ, അങ്ങയുടെ കഷ്ടാനുഭവത്തിൻ്റെ ഒരു പങ്ക് എനിക്കും തരണം. കഷ്ടാനുഭവത്തിൻ്റെ പങ്ക് കിട്ടിയവർ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അവരെന്ത് പറയണം? കർത്താവേ, ആ പങ്ക് എനിക്ക് തന്നതിന് സ്തോത്രം, 1000 സ്തോത്രം. അല്ലാത്തവർക്ക്, കിട്ടാത്തവർക്ക്, അല്ലെങ്കിൽ കുറവുള്ളവർക്ക് എന്ത് ചെയ്യണം? കർത്താവ് ഇത് എല്ലാവർക്കും കൊടുക്കില്ല. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ, ആ പങ്ക് തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചപ്പ ചവറ് എന്നെല്ലാം എണ്ണിയാലേ അത് തരുള്ളൂ. അങ്ങനെ വെറുതെ നീ ചപ്പും ചവറും വെച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ കൊടുക്കുകയില്ല. അപ്പോൾ എല്ലാം ചപ്പ ചവറ് എന്നങ്ങ് എണ്ണിയാൽ എന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, അങ്ങയുടെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ എനിക്കും കൂടെ ഒന്ന് തരണം. അങ്ങനെ എനിക്കും ആ നിത്യരാജ്യത്തിൽ അങ്ങയോടൊപ്പം ആയിരിക്കണം. എത്ര മനോഹരമാണ് ആ ജീവിതം. പരാതികളില്ല, പെറുവിറുപ്പുകളില്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പെറുവിറുത്തു. എന്തിനാ അവർ പെറുവിറുത്തേ? വെള്ളമില്ല, അല്ലേ? പെറുവിറുക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വെള്ളം ദൈവം അവർക്ക് കൊടുക്കുവാനും ചോദിച്ചാൽ മതിയായിരുന്നു. പിന്നെ വെള്ളം കൊടുത്തപ്പോൾ കയ്പ, അതും മധുരമാക്കി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പെറുവിറുത്തേ? ഇറച്ചിയില്ല. അങ്ങനെ പെറുവിറുപ്പ് തന്നെ. അവർ ചോദിച്ചത് ഇറച്ചി തിന്നുക എന്ന് പറയുന്നത് ന്യായമല്ലേ? അവർ മാംസം ദൈവം ഭക്ഷിച്ചോളാൻ പറഞ്ഞിരുന്നതല്ലേ? മാംസവും മത്സ്യമൊക്കെ ഭക്ഷിച്ചോളാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു മാംസം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? ഇല്ലേ? നമുക്കൊക്കെ ഒരു കോഴിയിറച്ചി മേടിച്ചൊക്കെ കറി വയ്ക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് കറി വെച്ച് അങ്ങനെ ആഗ്രഹം തെറ്റാണോ? അല്ല. പെറുപിറുപ്പ് എന്തിനെക്കുറിച്ചാണ്? ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള പെറുപിറുപ്പ്.
അവരെ മരുഭൂമിയിൽ അവർ പട്ടുപോകുവാനും അവർ 40 വർഷം സോയിർ പർവ്വതം അല്ലേ, സോയിർ പർവ്വതത്തിന് ചുറ്റും 40 വർഷത്തോളം അവർ അലഞ്ഞു തിരിയാനും കാരണം എന്താ? പിറുപിറുപ്പ്, അവിശ്വാസം, പിറുപിറുപ്പ്. ഞാൻ പലപ്പോഴും അതിശയിക്കാറുണ്ട്. ആ ഫറവോൻ്റെ കയ്യിൽ നിന്ന് ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്, അത് കഴിഞ്ഞിട്ട് ചെങ്കടലിൻ്റെ കരയ്ക്കിൽ നിന്ന് ഈ ഫറവോൻ്റെ മുഴുവൻ സൈന്യത്തെയും അതിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചത്. പിന്നെ വന്ന വഴിക്ക് ആണെങ്കിൽ രാവിലെ ഇവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? മിസ്രൈമിൽ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? കുട്ടും വേല ചെയ്താൽ അല്ലേ, അവർക്ക് അവരുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വേല ചെയ്ത് ക്ഷീണിച്ച് നരകിച്ച് ജീവിച്ച് ഇവർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പെറുക്കിയെടുത്താൽ മതി മന്ന. ഇറച്ചിയാണെങ്കിൽ വന്ന് അങ്ങനെ പറന്ന് നിൽക്കുന്നു, അതും മേടിച്ചിഷ്ടം പോലെ തിന്നാം. ഇത്രയൊക്കെ ചെയ്ത ദൈവം ഈ കനാനിലെ ഈ മനുഷ്യരെ ആ ദേശം നമുക്ക് തരാൻ പ്രാപ്തനല്ല എന്ന് അവർ ചിന്തിച്ചെങ്കിൽ അത് എത്രയോ വലിയ ഒരു അവിശ്വാസമായിരുന്നു. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ, അവനോടുകൂടെ സകലതും, നമുക്ക് വേണ്ടതല്ല സകലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ന്യായമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളെല്ലാം തരാൻ പ്രാപ്തനാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? പക്ഷേ അതൊക്കെ തരുമ്പോഴും അതിൻ്റെ കൂടുതൽ നമുക്ക് തരുന്നതാണ് എന്ത്? കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ. അത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചപ്പചവറ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ നമ്മുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് ഉടച്ചു വാർത്ത് യഥാർത്ഥത്തിലുള്ള ആത്മീയ ജീവിതം എന്താണ് എന്നുള്ളത് ഈ നാളുകളിൽ മനസ്സിലാക്കി ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാം. നമ്മുടെ ജീവിതത്തിൽ സഭയുടെ കാര്യത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മളാരെങ്കിലും ദുഃഖിക്കുമോ? നമ്മളാരെങ്കിലും